പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല. ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ട് ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വരവൂർ പഞ്ചായത്ത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബൈക്ക് റാലി സംഘടിപ്പിച്ചു. വരവൂർ ഗ്രാമപഞ്ചായത്ത് കളിനടുവട്ടം അറവുമാലിന്യ പ്ലാന്റിനെതിരെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മാർച്ച് 20 വ്യാഴാഴ്ച ജനകീയ സമര സംഗമത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി സംഘടിപ്പിച്ചു. നടുവട്ടം സെന്ററിൽ നിന്ന് ആരംഭിച്ച ബൈക്ക് റാലി പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തി. ആക്ഷൻ കൗൺസിൽ കമ്മിറ്റി ചെയർമാൻ ഫസലു, കൺവീനർ സുഭാഷ് പാറപ്പുറം, കോർഡിനേറ്റർ KS മുഹമ്മദ്, ട്രഷറർ പരീദ് എന്നിവർ നേതൃത്വം നൽകി. ജനരോഷം ആളിക്കത്തുകയാണ്. ഈ അവസരത്തിൽ നാളെ വ്യാഴാഴ്ച 2:30 നടുവട്ടം സെന്ററിൽ ആരംഭിക്കുന്ന ജനകീയ സംഗമം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ലീഡർഷിപ്പിലുള്ള നേതാക്കന്മാർ സംബന്ധിക്കുന്ന വേദിയിൽ നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട വാളംപള്ളി ഉസ്താദ് അവറുകളാണ്. ആ ജനകീയ സംഗമത്തിൻ്റെ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബൈക്ക് റാലിയാണ് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.